നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെട്ടിപൊട്ടിച്ച ശേഷം CPM-ന്റെ പൊടി പോലും കാണാനില്ല. ഇടയ്ക്ക് വന്നൊന്ന് തല കാണിച്ചു പോയത് AK ബാലനാണ്. പാർട്ടിയുടെ തോൽവിയെക്കുറിച്ച് ഒരു വലിയ ആനമണ്ടത്തരം വിളമ്പിയിട്ടാണ് AK ബാലൻ പോയത്. ഈ തോറ്റാലും ധാർഷ്ട്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇവർക്കുള്ളതാണ്. തോറ്റാലും അത് പോകില്ല, അത് തന്നെ കാണിക്കും. മാധ്യമങ്ങളെ കണ്ടപ്പോൾ AK ബാലൻ പ്രതികരിച്ചത് UDF-ന്റേത് അത്ര വലിയ വിജയമൊന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും വോട്ട് മേടിച്ചാണ് UDF ജയിച്ചതെന്ന്. എത്ര മനോഹരമായ മണ്ടത്തരമാണെന്നൊന്നും ഓർത്തു നോക്കുകയും. ഇപ്പോൾ ഈ 19 മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ 18 മണ്ഡലങ്ങളിലും ഇവരാണ് ജയിച്ചിരുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു ആരോപണം UDF-ൽ നിന്ന് വന്നിരുന്നെങ്കിൽ എന്തെല്ലാം പറഞ്ഞേനെ CPM-കാർ. ഇതാണ്, ഈ തോറ്റാലും അങ്ങ് അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റമാണ് CPM എന്ന പ്രസ്ഥാനം. അത് ഈ പിണറായി വിജയൻ അധികാരത്തിൽ കയറിയതിന് ശേഷം പാർട്ടിക്കുണ്ടായ ഒരു അഹന്തയാണത്. അതിനുള്ള മറുപടിയാണ് ജനങ്ങൾ നൽകിയത്. എന്നിട്ടും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കേരളത്തിലും നിങ്ങൾ ഗതി പിടിക്കില്ല എന്ന് പറയേണ്ടി വരികയാണ്. കാരണം ബംഗാളിലും ത്രിപുരയിലും എന്താണോ സംഭവിച്ചത് അത് തന്നെ കേരളത്തിൽ CPM-ന് നേരിടേണ്ടി വരും. അതിനി അധിക കാലം ഉണ്ടാകില്ല ഈ പോക്കാണെങ്കിൽ. വർഗീയതയുടെ കൂട്ടുപിടിച്ച് വോട്ട് പിടിച്ചത് ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ചരിത്രം CPM-ന് ഇല്ല എന്ന് പറയാൻ AK ബാലന് ചങ്കുറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. SDPI-യുടെ വോട്ട് മേടിച്ച് നിങ്ങൾ എവിടെയും ജയിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് തൻ്റെ ഇടമുണ്ടെങ്കിൽ മറുപടി പറയുക. 2019 ചരിത്രം ആവർത്തിച്ച് CPM ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരും വടകരയും UDF തരംഗത്തിൽ വീണപ്പോൾ LDF സ്ഥാനാർത്ഥികളായ MV ജയരാജന്റെയും KK ശൈലജയുടെയും ചിരി അങ്ങ് മാഞ്ഞുപോയി. മുഖ്യമന്ത്രി പിണറായി വിജയനെയും കണ്ണൂരിലെ ഫലം ആകെ ഞെട്ടിച്ചു കളഞ്ഞു. സ്വന്തം നിയമസഭാ മണ്ഡലമായ ധർമ്മടത്തും കോൺഗ്രസിന്റെ സുധാകരൻ കത്തിക്കയറിപ്പോയി. കണ്ണൂരിലും വടകരയിലും വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും LDF സ്ഥാനാർത്ഥികൾ ലീഡ് നേടാതെ LDF കേന്ദ്രങ്ങളിൽ നിരാശ പടർത്തി കീഴടങ്ങുകയായിരുന്നു. പൊരുതി തോറ്റാൽ അതങ്ങ് പോട്ടെ എന്ന് വെക്കാമെന്ന് നമ്മൾ പറയില്ലേ, പക്ഷേ അങ്ങനൊന്ന് പൊരുതാൻ പോലും LDF-ന് കഴിഞ്ഞില്ല എന്നത് അങ്ങേയറ്റത്തെ തോൽവിയാണ്. അതായത് ജനങ്ങൾ നിങ്ങളെ കൊണ്ട് എത്രത്തോളം പൊറുതിമുട്ടിയോ അതിന്റെ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. പിണറായി വിജയന്റെയൊക്കെ അഹന്തയ്ക്കുള്ള മറുപടിയാണ് ഇത്. ഇനിയും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇതിലും വലുതാണ് കാണാനിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് ഇനി 2026 തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അപ്പോൾ കാണിച്ചു തരാമെന്നാണ്. ഒരു 3.0 ആണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കിട്ടും, നോക്കിയിരുന്നു. ഈ പോക്കാണെങ്കിൽ പച്ച തൊടില്ല. പച്ചയെ കൂട്ടുപിടിച്ചിട്ടും കാര്യം ഉണ്ടാകില്ല. ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുമെന്ന് വിശ്വസിച്ച കണ്ണൂരും വടകരയും വ്യക്തമായ ഭൂരിപക്ഷം നേടി UDF സ്ഥാനാർത്ഥികൾ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു. ഇടത് നിയമസഭാ മണ്ഡലങ്ങളിൽ തരംഗം സൃഷ്ടിച്ചാണ് K സുധാകരനും ഷാഫി പറമ്പിലും മുന്നേറിയത്. വോട്ടെണ്ണലിന്റെ ഒന്നാം ഘട്ടം തന്നെ, അതായത് ഒന്നാം റൗണ്ട് മുതൽ ഇടതു കോട്ടകളിൽ നിന്നുള്ള വോട്ട് ചോർച്ച പ്രകടമായിരുന്നു. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഇടതുപക്ഷത്തുള്ളവർ തന്നെ ഞെട്ടിപ്പോയി. ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ഒരു നേതാക്കളും ഇല്ല. സുനിൽകുമാറിലായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. എന്നാൽ സുനിൽകുമാറും പിന്നീട് സുരേഷ് ഗോപിക്ക് മുൻപിൽ അടിയറവ് പറയുന്ന കാഴ്ചയാണ് കാണേണ്ടി വന്നത്. സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചതോടെ ഉയർന്നു വരുന്ന ഒരു വലിയ ആരോപണം CPM-ന് നേരെ, പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി തൃശൂര് വിട്ടുകൊടുത്തു എന്ന ചർച്ച പാർട്ടിക്കുള്ളിൽ സജീവമാണ്. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിന്റെ പേരിൽ അടി തുടങ്ങിയിട്ടുണ്ടെന്ന് സാരം. പിണറായി വിജയനെ അത്രത്തോളം സഹി കെട്ടു പാർട്ടിയിൽ ഉള്ളവർക്ക് പോലും.